ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി പ്രഥമ കൺവെൻഷൻ ചെറുവത്തൂർ തുരുത്തിയിൽ നടന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 400ഓളം പ്രതിനിധികളും ക്ഷേത്രസ്ഥാനികരും പൂരക്കളി മറത്തുകളി രംഗത്തെ പ്രമുഖരും കൺവെൻഷനിൽ പങ്കെടുത്തു. ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ക്ഷേത്ര പൂരക്കളി കലാ അക്കാദമി കൺവെൻഷൻ നടന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 400ഓളം പ്രതിനിധികളും ക്ഷേത്രസ്ഥാനികളും പൂരക്കളി മറത്തുകളി രംഗത്തെ പ്രമുഖരും കൺവെൻഷനിൽ പങ്കെടുത്തു. 3 പതിറ്റാണ്ടുകാലം മുൻപ് രൂപം കൊണ്ട പൂരക്കളി കലാ അക്കാദമി പൂരക്കളി അസോസിയേഷൻ എന്ന് പേര് മാറ്റുകയും ഒരു വിഭാഗം പിടിച്ചടക്കുകയും ചെയ്തു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് സംഘടന പടർന്ന് പുതിയ കൂട്ടായ്മക്ക് രൂപം കൊടുത്തത്. രാഷ്ട്രീയത്തിനതീതമായി പൂരക്കളി രംഗത്തുള്ള മുഴുവൻ സമുദായ പ്രതിനിധികളെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കും എന്നാണ് പുതിയ സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നത്. 61 അംഗ സംസ്ഥാന കമ്മിറ്റിക്കും കൺവെൻഷനിൽ രൂപം നൽകി. സംസ്ഥാന പ്രസിഡന്റായി പിലാക്കൽ അശോകനെയും സെക്രട്ടറിയായി രഘുനാഥ് കയ്യൂരിനെയും ട്രഷററായി PK നാരായണനെയും തെരഞ്ഞെടുത്തു. ഉത്തര കേരളത്തിൽ പൂരമഹോത്സവം പൂരംകുളി ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിക്കണം എന്ന പ്രമേയത്തിലൂടെ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇത്രയും വിദുഷികളായ ഞാൻ ചില മറത്തുകളി ആചാര്യന്മാരൊക്കെ കാണുമ്പോൾ അവരൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവരോട് കൈകൂപ്പി പോകും. കാരണം അത്രക്കും ഈ സംസ്കൃതത്തിലെ വലിയ വലിയ സംസ്കൃതത്തിൻ്റെ നമുക്കൊക്കെ ഗ്രഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തുള്ള സംസ്കൃതം വളരെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അറിവിൻ്റെ നിറകുടങ്ങളാണ് ഓരോ മറത്തുകളി ആചാര്യന്മാർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.